ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പാകിസ്ഥാൻ ടെററിസമാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാൻ സമാധാനം തെരഞ്ഞെടുക്കുമെന്നും അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മോദി മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വൻ വരവേൽപ്പാണ് നൽകിയത്. ഭുജിലും അഹമ്മദാബാദിലും പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തി. ടൂറിസത്തിലൂടെ ആളുകളെ ഒരുമിപ്പിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. എന്നാൽ പാകിസ്ഥാൻ ടെററിസത്തെ ടൂറിസമായി കാണുന്നു. ഇത് ലോകത്തിന് വലിയ ഭീഷണിയാണെന്നും മോദി ഭുജിലെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. ഭാരത് ടൂറിസം पर विश्वास करता है. टूरिज्म लोगों को जोड़ता है. लेकिन पाकिस्तान जैसा देश भी है जो टेररिज्म को ही टूरिज्म मानता है और ये दुनिया के लिए बहुत बड़ा खतरा है. പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ നടപടി സ്വീകരിക്കുമോ എന്നറിയാൻ 15 ദിവസം കാത്തിരുന്നു. അവർ ഒന്നും ചെയ്യാഞ്ഞതോടെയാണ് സായുധ സേനയ്ക്ക് സ്വതന്ത്രാധികാരം നൽകി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയത്. രാജ്യത്ത് രക്തം വീഴ്ത്താൻ ആഗ്രഹിക്കുന്നവരെ കാത്തിരിക്കുന്നത് സമാനമായ അനുഭവം തന്നെയാകുമെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. भारतीयों का खून बहाने की कोशिश करेगा उसको उसकी भाषा में ही जवाब दिया जाएगा. രാജ്യത്തെ ഭീകരവാദത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പാകിസ്ഥാൻ ജനത മുന്നോട്ട് വരണം. പാകിസ്ഥാനിലെ യുവത ഇതിനായി മുന്നിട്ടിറങ്ങണം. സമാധാനം തെരഞ്ഞെടുക്കാത്തവരെ ബുള്ളറ്റുകൾ കാത്തിരിക്കുന്നുവെന്ന് പറയാനും മോദി മടിച്ചില്ല. पाकिस्तान को आतंक की बीमारी से मुक्त करने के लिए पाकिस्तान के अवाम को आगे आना होगा. पाकिस्तान के नौजवानों को आगे आना होगा. सुख चैन की जिंदगी जियो, रोटी खाओ, वरना मेरी गोली तो है ही. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.